തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ CPM ഘടകകക്ഷിയായിട്ടുള്ള CPI കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനം വിളിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള CPMന്റെ വിശകലനം കൃത്യമായി നടത്തുന്നത് MV ഗോവിന്ദനായിരുന്നു. എന്നാൽ ആ നിലപാടുകളെല്ലാം ഇപ്പോൾ CPI തന്നെ തള്ളിപ്പറയുന്നു. നേരത്തെ ജനതാദൾ എസും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മും ഉൾപ്പെടെയുള്ള മറ്റ് ഘടകകക്ഷികളും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള CPMന്റെ നിലപാടുകളെ തള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ CPI കൂടി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രംഗത്ത് നിന്ന്. പ്രജിത്ത് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ CPM കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി പിന്നെ CPI ആണ്. ഇപ്പോൾ എന്തുകൊണ്ട് തോറ്റു എന്നതിനെ പറ്റിയുള്ള MV ഗോവിന്ദന്റെ ഈ പത്രസമ്മേളനത്തിലെ കാര്യങ്ങൾ ഒക്കെ CPI കൂടി തള്ളിപ്പറയുകയാണ്. അങ്ങനെ തന്നെയാണ്. CPIയുടെ നേതൃയോഗങ്ങളിലെല്ലാം വലിയ വിമർശനമാണ് സർക്കാരിനെതിരെ ഉയർന്നത് എന്നുള്ളതാണ്. സർക്കാരിനെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ശൈലിയുമൊന്നും തിരുത്തപ്പെടുന്നില്ല. കാരണം നേരത്തെ പല LDF യോഗങ്ങളിലും ഇതിനെ പറ്റിയുള്ള ആവശ്യങ്ങൾ ഉയർന്നിട്ടും മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്നവരോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വകുപ്പ് മന്ത്രിമാരോ ഒന്നും സമീപനത്തിലൊരു മാറ്റവും വരുത്താൻ തയ്യാറാകുന്നില്ല. മുഖ്യമന്ത്രി ഇപ്പോഴും ഏകാധിപത്യ മനോഭാവം പുലർത്തിക്കൊണ്ട് പോകുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് CPIയുടെ നേതൃയോഗങ്ങളിൽ വലിയ വിമർശനമായി വന്നത്. പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെന്നും ആ യാഥാർത്ഥ്യം അംഗീകരിക്കണമെന്നും CPIയുടെ നേതൃയോഗങ്ങളിൽ വിവിധ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. CPIയും ആ ഒരു നിലപാടിലേക്ക് പോയിരിക്കുകയാണ്. നമ്മൾ നേരത്തെയും കണ്ടതാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ മാറ്റം വരുത്തണമെന്ന് അന്ന് LDF യോഗത്തിൽ പോലും CPI ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുകയും അതിനെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെയും സർക്കാരിൻ്റെ ശൈലി മാറ്റം ഉണ്ടാകണം എന്നുള്ള നിലപാടുമായി CPI ഉറച്ചു നിൽക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ CPMനെ കൂടുതൽ പ്രതിസന്ധിയിലും പ്രതിരോധത്തിലുമാക്കുമെന്നുള്ളതിൽ തർക്കമില്ല. പ്രത്യേകിച്ച് മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ സർക്കാരിനെതിരെ നിലപാട് സ്വീകരിക്കുകയും സർക്കാരിൻ്റെ തലവനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ശൈലിയിലെ പ്രശ്നങ്ങളുണ്ട്, മുഖ്യമന്ത്രിക്ക് ഏകാധിപത്യ മനോഭാവമുണ്ട്, സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളൊരു സമീപനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇനിയും അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഇനിയും അത് അവഗണിച്ചുകൊണ്ട് സർക്കാരിനും മുഖ്യമന്ത്രിക്കും CPMനും ഒക്കെ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത് ചോദ്യമാണ്. നേരത്തെ ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ വിവിധ ഘടകകക്ഷികൾ ഈ വിഷയം ഉന്നയിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ CPMന്റെ പ്രാദേശിക ഘടകങ്ങൾ ജില്ലാ കമ്മിറ്റിയിലേക്കും തുടർന്ന് ജില്ലാ കമ്മിറ്റികൾ സംസ്ഥാനത്തിലേക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പോലും ഭരണവിരുദ്ധ വികാരവും അതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കവർച്ചയും അടക്കമുള്ള കാര്യങ്ങളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയങ്ങൾക്ക് കാരണമെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ഇത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പ്രത്യേക മുഖ്യമന്ത്രി തുടങ്ങിയിട്ടുള്ള ആളുകൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റുകളായും ജനൻ TV തന്നെ പുറത്തുവിട്ട വാർത്തകളായും നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് കീഴ്ഘടകങ്ങളുടെ പ്രവർത്തന പരാജയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം എന്നുള്ള ഒരു നിലപാടിലേക്കാണ് മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്ന CPM സംസ്ഥാന സെക്രട്ടറിയും അതോടൊപ്പം തന്നെ മറ്റു പിണറായി ഭക്തരും എല്ലാം പോകുന്നത്. അങ്ങനെ ഒരു നരേറ്റീവ് സംഘടനയുടെ എല്ലാ തലങ്ങളിലേക്കും അടിച്ചേൽപ്പിക്കുക എന്നുള്ളൊരു സമീപനവും സർക്കാരുമുണ്ട്. അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ അത്തരം വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ട് തന്നെ CPI രംഗത്ത് വീണ്ടും എത്തുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. വരും ദിവസങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഇനി അങ്ങോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മാസങ്ങൾക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ ശൈലിയെ പറ്റിയുള്ള ചർച്ചകൾ എന്തായാലും LDFനെ കൂടുതൽ അസ്വസ്ഥമാക്കുമെന്നുള്ളതിൽ തർക്കമില്ല. ഘടകകക്ഷികളെ ആരെയും കൃത്യമായ ഒരു പരിഗണന നൽകാതെ ഘടകകക്ഷികൾക്ക് എവിടെയും ഒരു സ്വതന്ത്ര സംവിധാനത്തിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഘടകകക്ഷികൾ മത്സരിക്കുന്നിടങ്ങളിൽ കൃത്യമായി സംഘടനാ വർക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാനോ ഒന്നും CPM തയ്യാറാകുന്നില്ല തുടങ്ങിയിട്ടുള്ള നിരവധി വിമർശനങ്ങൾ അവിടെ നിലനിൽക്കുന്നു. അതിനൊപ്പമാണ് മുഖ്യമന്ത്രിയുടെ ശൈലി തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് CPM മുഖ്യമന്ത്രിയുടെ ഈ ഏകാധിപത്യ സ്വഭാവം ഇപ്പോൾ CPIക്ക് ഉൾപ്പെടെ മടുത്തിരിക്കുകയാണ്. അത് സ്വാഭാവികമായും ചോദ്യം ചെയ്യലായി ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. CPMനകത്തും CPIയിലും മറ്റ് ഘടകകക്ഷികളിലുമൊക്കെ മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിക്ക് ചുറ്റും നടക്കുന്ന കുറേ പേരുടെയും ശൈലികളിൽ വലിയ അതൃപ്തിയുണ്ട്. അതിപ്പോൾ ചോദ്യം ചെയ്യലായും വിമർശനമായൊക്കെ പല സ്ഥലങ്ങളിൽ ഉയരുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെയാണ് സർക്കാരിനെതിരെയും ഇപ്പോൾ CPIയുടെ തന്നെ വിമർശനം വന്നിരിക്കുന്നത്. പ്രജിത്താണ് തിരുവനന്തപുരത്ത് നിന്നും ചേർന്നത്.